ദുരിതമനുഭവിക്കുന്ന വയനാടൻ ജനതയോട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കാണിക്കുന്ന വഞ്ചനയ്ക്കെതിരെ കെപിസിസിയുടെ ആഹ്വാനപ്രകാരം കൂത്താട്ടുകുളം കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടൌണിൽ പ്രതിഷേധ പ്രകടനം നടത്തി. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റെജി ജോൺ അധ്യക്ഷത വഹിച്ച യോഗം UDF ചെയർമാൻ പ്രിൻസ് പോൾ ജോൺ ഉദ്ഘാടനം നിർവഹിച്ചു. കേരളത്തിലുണ്ടായ അതിദാരുണമായ ഒരു ദുരന്തത്തെ വിറ്റ് കാശാക്കുന്ന നടപടിയാണ് CPM സ്വീകരിക്കുന്നത്. ഇവിടെ റെജി സൂചിപ്പിച്ചതുപോലെ ഈ മരണപ്പെട്ട ആളുകളെ മറവ് ചെയ്യുന്നതിന് വേണ്ടി ഏകദേശം 3 കോടി രൂപ ചെലവായി എന്നാണ് സർക്കാർ എസ്റ്റിമേറ്റ് കേന്ദ്ര ഗവൺമെൻറ്റിന് നൽകിയിട്ടുള്ളത്. ഏകദേശം ഒരു ശവക്കുഴിക്ക് ഒരു മൃതദേഹം മറവ് ചെയ്യാൻ 75,000 രൂപ ചെലവായി. ഞാൻ കേരള ക്വാറി അസോസിയേഷൻ മെമ്പർഷിപ്പ് ഉള്ളതുകൊണ്ട് എനിക്ക് അതിൻ്റെ ഗ്രൂപ്പിൽ വരുന്ന മെസ്സേജല്ല എനിക്കിപ്പോഴും വരുന്നുണ്ട്. തൃശ്ശൂർ തുടങ്ങി കാസർഗോഡ് വരെയുള്ള മുഴുവൻ അസോസിയേഷൻ അംഗങ്ങളുടെയും JCBയും ഹിറ്റാച്ചിയും അടക്കമുള്ള വാഹനങ്ങൾ, അതിൻ്റെ ഡീസൽ അടക്കം ഡ്രൈവറുടെ ബാറ്റ അടക്കമുള്ള മുഴുവൻ ചെലവും ആ വാഹനത്തിൻ്റെ ഉടമ വഹിച്ചുകൊണ്ട് ഫ്രീ ആയിട്ടാണ് സർക്കാരിന് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വണ്ടി വിട്ടുകൊടുത്തത്. ഒരു കുഴിയെടുക്കാൻ ആ വാഹനത്തിന് ചെലവായിട്ടുള്ള മുഴുവൻ തുകയും ആ അസോസിയേഷനാണ് വഹിച്ചത്, ഫ്രീ ആയി വിട്ടുകൊടുത്തതാണ്. അവിടെയാണ് 75,000 രൂപ ഒരു മൃതദേഹം മറവ് ചെയ്യാൻ സർക്കാരിന് ചെലവ് വന്നു എന്ന് പറഞ്ഞു. അതുപോലെ ലീഗിൻ്റെ വൈറ്റ് ഗാർഡ് അടക്കം സന്നദ്ധ സംഘടനകൾ ഫ്രീ ആയി അവിടെ മുഴുവൻ ആളുകൾക്കും ഫുഡ് നൽകി. സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥരെത്തിയവർക്കടക്കം മുഴുവൻ ആളുകൾക്കും ഫ്രീ ആയി ഫുഡ് നൽകി. അവസാന ദിവസങ്ങളിൽ ആ ലീഗിൻ്റെ സന്നദ്ധ സംഘടനകളെ ആളുകളെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു എങ്കിലും നിസ്സാര തുക മാത്രമാണ് ഭക്ഷണ ചെലവിന് വന്നിട്ടുള്ളത്. പക്ഷേ 8 കോടി രൂപയാണ് ഭക്ഷണത്തിനും താമസത്തിനുമായിട്ട് ചെലവായി എന്ന് പറയുന്നത്. ഉരുൾപൊട്ടലിൽ അവിടെ ഉണ്ടായ ക്രമക്കേടുകൾ വയനാടിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഇല്ലാത്ത കണക്കുകൾ എഴുതി കൂട്ടിക്കൊണ്ട് കോടികൾ കക്കുന്ന ഒരവസ്ഥ കേരളത്തിലെ പിണറായി സർക്കാർ നടത്തിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ വയനാടിൻ്റെ ജനതയ്ക്ക് നേരെ മുഖം തിരിച്ചു നിൽക്കുന്ന കേന്ദ്ര ഗവൺമെൻറ് സർക്കാരും ഈ 2 സർക്കാരുകൾക്കെതിരെയാണ് ഇന്ന് KPCC ആഹ്വാനപ്രകാരം മണ്ഡലം കമ്മിറ്റി വമ്പിച്ച പ്രതിഷേധ പ്രകടനം നടത്തുന്നത്. നമ്മൾക്കറിയാം, വയനാട്ടിൽ നടന്നത് ഒരു ഹൃദയം പിളർക്കുന്ന ഒരു കാര്യമായിരുന്നു. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെല്ലാം, എല്ലാ ജനങ്ങളും അതിനൊപ്പം ചേർന്ന് നിന്ന് അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ കൂടി നിന്നിട്ട് പോലും കേൾക്കുമ്പോൾ ഒരു ശവം അടക്കിയതിന് 75,000 രൂപ. ഈ 75,000 രൂപ എന്ന് പറഞ്ഞാൽ അവിടെ സ്ഥലം ഫ്രീ ആണ്. അതോടൊപ്പം തന്നെ ഈ പ്രവർത്തിച്ചതൊക്കെ നാട്ടുകാർ, സന്നദ്ധ സംഘടനകളാണ്. അതിനാണ് 75,000 രൂപ ചെലവ് വഹിച്ചിരിക്കുന്നത്. ഭാസ്കരൻ TC മുഖ്യ പ്രഭാഷണം നടത്തി. പ്രളയം വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു മുഖ്യമന്ത്രി ഇന്ത്യ ചരിത്രത്തിലുള്ളത് കേരള മുഖ്യമന്ത്രിയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ഇതുപോലെ തന്നെ പ്രളയമുണ്ടായി കഴിഞ്ഞപ്പോൾ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് പൈസ അഴിമതി നടത്തി എന്ന് ലോകായുക്ത കേസ് വരെ നടത്തി ആ ലോകായുക്തയുടെ വിധി കാത്തിരിക്കുകയാണ് ഈ മുഖ്യമന്ത്രി. ഈ കേരളത്തിലെ പട്ടിണി പാവങ്ങളായ ജനങ്ങളുടെ കയ്യിൽ നിന്ന് പിരിക്കുന്ന പൈസകളെല്ലാം കോടാനുകോടി രൂപയാണ് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് സംഭാവന കിട്ടിയത്. ആ സംഭാവനകളെല്ലാം ഒരു ശവം മറവ് ചെയ്യുന്നതിന് വേണ്ടി 75,000 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കേട്ടുകേൾവി പോലല്ല. ദുരന്തങ്ങളുണ്ടാകുമ്പോൾ അതിനെ ആഘോഷമാക്കി മാറ്റുന്ന ഒരു സർക്കാർ, അതിൽ നിന്നും സാമ്പത്തിക ലാഭം ഉണ്ടാക്കുന്ന ഒരു സർക്കാർ, ആ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ ഈ സമൂഹത്തിന് മുമ്പിൽ, പൊതുസമൂഹത്തിന് മുമ്പിൽ, രാഷ്ട്രീയ കേരളത്തിന് മുമ്പിൽ തുറന്നു കാട്ടുക എന്നുള്ളതാണ് ഈ പ്രകടനം കൊണ്ടും ഈ KPCCയുടെ ആഹ്വാനപ്രകാരം നടത്തുന്ന ഈ പ്രകടനം കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്. ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ ബോബൻ വർഗീസ്, ബിജു ജോൺ, ജിജോ ടി ബേബി, ജോൺ ഇരട്ടയാനി, ലിസി മരിയ ഗൊരോത്തി, സാറാമ ജോൺ, ലീല കുര്യാക്കോസ്, KM ബേബി, ഷിജു ഏലിയാസ്, വിശ്വനാഥൻ, ബേബി തോമസ്, ബാബു തോമസ്, ജോമോൻ തോമസ്, ബിജു തോട്ടുവേലിൽ, ജിൻസ് പയറ്റക്കുളം, അജി തോമസ്, ബിബിൻ സി ബാബു, KK മാത്യു, അജു ചെറിയാൻ, ബിനു മാത്യു, മനു മാത്യു, ജോബി ജോർജ്, സുരേന്ദ്രൻ, അമ്പാട്ട്, ഡൊമിനിക്,
മിഥുൻ രാജു, സനൂപ് ജോസഫ്, നിതിൻ KS, മനു രാജപ്പൻ, അനീഷ് മാത്യു, ജേക്കബ് ജോൺ, രവി ഇടയാർ, രാജു, ആന്റണി, ജനാർദ്ദനൻ, നാരായണൻ എന്നിവർ നേതൃത്വം നൽകി. 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തതയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ്റ്റ് കൂത്താട്ടുകുളം 40,000-ലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ്റ്റിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം. ജോൺസൺ, സൊമാനി, ഹെലിക്ക, ലെക്സസ്, ലിവാൻസ, മൊസാഡ് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ്. കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം. പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേസ്റ്റിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം. വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ്റ്റ് കൂത്താട്ടുകുളം